കുറവലങ്ങാട് ടൗണിലെ ഗതാഗത പരിഷ്കാരങ്ങൾ നിയമനിർദ്ദേശങ്ങളെ തുടർന്ന് നടപ്പിലായി മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും അനുബന്ധ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പൂർണ്ണമായ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. യാത്രക്കാർക്ക് ആവശ്യമായ വിശ്രമ കേന്ദ്രങ്ങളോ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളോ ക്രമീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. മുൻപ് ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ സമയത്ത് അധികൃതർ എത്തിച്ച നടപടികളാണ് വിവാദങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും പരിഷ്കാരങ്ങളെ വലിച്ചിഴച്ചത്. ഇപ്പോഴും അധികൃതർ പുലർത്തുന്ന അനാസ്ഥ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കുറവലങ്ങാട് പള്ളിക്കവലയിലേക്ക് വൈക്കംപാല റൂട്ടിലടക്കമുള്ള മുഴുവൻ ബസ്സുകളും എത്തി യാത്ര നടത്തുന്ന ക്രമീകരണം ആയിരക്കണക്കിന് യാത്രക്കാർക്കും വളരെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. എന്നാൽ അനുബന്ധ ക്രമീകരണങ്ങൾ ഒരുക്കാതെ മനഃപൂർവ്വം പരിഷ്കാരങ്ങൾക്കെതിരെ അലോസരങ്ങൾ സൃഷ്ടിക്കാനാണ് അധികൃതരിൽ ചിലരുടെ ഗൂഢനീക്കം എന്ന് പോലും സംശയിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. വൈക്കംപാല റോഡും ബൈപ്പാസ് റോഡും സന്ധിക്കുന്ന സ്ഥലത്ത് പൊരിവെയിലത്തും കനത്ത മഴയിലും റോഡരികിൽ ബസ് കാത്തു നിൽക്കേണ്ടുന്ന ഗതികേടിലാണ് യാത്രക്കാർ. ഇവിടെ പഞ്ചായത്ത് അധികൃതരോ മറ്റുള്ളവരോ ചെറുവിരൽ അനക്കിയാൽ പോലും മതിയായ ക്രമീകരണം ഒരുക്കാൻ കഴിയും എന്നിരിക്കെയാണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്ന നിലപാട് അധികൃതർ സ്വീകരിക്കുന്നത്. അധികൃതരുടെ ഈ മൗനം പ്രതിഷേധത്തിന് വഴിവെക്കുമോ എന്ന് പരിഷ്കാരത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു സമൂഹം ഭയപ്പെടുന്നുമുണ്ട്. മുൻപ് പാർക്കിംഗ് ബോർഡുകൾ ക്രമീകരിച്ചിട്ടുള്ള അപാകതയെ തുടർന്ന് ഇവ നീക്കം ചെയ്യാൻ അധികൃതർക്ക് സമയം അനുവദിച്ചിരുന്നുവെങ്കിലും മനഃപൂർവ്വം ഇതിനെ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും തുടർന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് പരിഷ്കാരങ്ങൾ നിയമ നടപടികളിലേക്ക് വഴിവെച്ചതും മാസങ്ങളോളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തത്. ഇപ്പോഴും അധികൃതരുടെ അനാസ്ഥ പ്രതിഷേധങ്ങൾക്ക് വകവയ്ക്കുമോ എന്ന ഭയാശങ്കകൾ ഉയരുന്നുമുണ്ട്.